നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 27-ാം തീയതി, അതായത് കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 14-ാം തീയതി, ശകവർഷപ്രകാരം 1947 വൈശാഖ മാസം 7-ാം തീയതി അമാവാസിയാണ്. അതായത് മേടമാസത്തിലെ അമാവാസി, ഞായറാഴ്ചയും അശ്വതി നക്ഷത്രവും വരുന്ന ദിവസം. കൃഷ്ണപക്ഷമാണ്. പ്രീതി നിത്യയോഗമാണ്. ഉത്തരായന കാലം, വസന്ത ഋതുവിൽ മേടമാസത്തിലെ അമാവാസി ദിവസമായ ഞായറാഴ്ച സൂര്യോദയം 5:53 AM-നും സൂര്യാസ്തമനം 6:20 PM-നും രാഹുകാലം 4:46 PM മുതൽ 6:19 PM വരെയും ഗുളികകാലം 3:13 മുതൽ 4:46 വരെയും യമകണ്ഠകാലം 12:06 മുതൽ 1:39 വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:42 മുതൽ 12:04 വരെയും 12:08 മുതൽ 12:30 വരെയുമാണ്. കന്നിക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമം. ഇനി മേടമാസത്തിലെ, അതായത് ഏപ്രിൽ മാസത്തെ അവസാനത്തെ മൈത്രേയ മുഹൂർത്തമാണ് ഇത്. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ശരിക്കും പുലർച്ചെ 5:50 മുതൽ 6:50 AM വരെയാണ്. ഈ മുഹൂർത്തത്തിൽ ഉണർന്നാൽ ഉടൻ തന്നെ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം ഒരു വെള്ള പേപ്പറിൽ, ഒരു ചെറിയൊരു പീസ് പേപ്പറിൽ നമ്മുടെ ഒരാവശ്യം, അതായത് എനിക്കിപ്പോൾ ഈ മാസം ഒരു ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യം, ഫിനാൻസ്, സാമ്പത്തികമായി ബന്ധപ്പെട്ടതാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ജോലി കിട്ടണം, അത് ഒരു ഇൻ്റർവ്യൂ ഇപ്പം ഞാൻ പാസ്സായിട്ടുണ്ട്, ആ ജോലി എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ള ഈ മാസം എനിക്കൊരു സന്താന ഭാഗ്യം ഉണ്ടാവണം, അതിനുള്ള ഒരു യോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് കടം ഇത്ര രൂപ, ഒരു 50,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അത് അടുത്ത മൈത്രേയ മുഹൂർത്തത്തിന് മുമ്പ് അത് കൊടുക്കാനുള്ള ഒരു വഴി കാണിച്ചു തരണം. അങ്ങനെ ഏതെങ്കിലും ഒരാവശ്യം എഴുതുക. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം തോന്നുന്ന, ശരിക്കും സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. ആ പ്രാധാന്യമുള്ള കാര്യം, ഇപ്പം 4-ാം തീയതി നീറ്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും വേണമെങ്കിൽ കൊച്ചുമക്കളോ മക്കളൊക്കെ നീറ്റ് പരീക്ഷ എഴുതുന്നവർക്ക്, കുട്ടികൾക്ക് നീറ്റ് പരീക്ഷയിൽ നല്ല റാങ്ക് കിട്ടി അവരാഗ്രഹിക്കുന്ന ഇത് പഠിക്കാനായിട്ട് ഉള്ള അവസരം ലഭിക്കണമെന്നും എഴുതാം. അതിനൊന്നും കുഴപ്പമുള്ളതില്ല. സാമ്പത്തികത്തിൻ്റെ കടം വാങ്ങാനും, കടം ഇങ്ങനെ ലോൺ കിട്ടണം, കടം വീടണം, അങ്ങനെയും എഴുതാം. ഏതെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം നമ്മൾ എഴുതുകയും ഒരു നോട്ടും ഒരു തൊട്ടും, ഏറ്റവും ചെറിയ ഒരു നോട്ടും ഏറ്റവും ചെറിയൊരു തൊട്ടും, ഇനി നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും എഴുതി വയ്ക്കുമ്പോൾ ഇങ്ങനെ തൊട്ടുകളും നോട്ടുകളും എടുത്തു വെച്ച് അതെന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കാതിരിക്കുന്നതിനാണ് പറയുന്നത്. ഒരു നോട്ടും തൊട്ടും എടുത്ത്, ഏറ്റവും ചുരുങ്ങിയ ഒരു നോട്ടും തൊട്ടും എടുത്ത് വയ്ക്കുന്നത്, നമ്മൾക്ക് കറൻസിക്കും വാല്യൂ ഉണ്ട്, കോയിനും വാല്യൂ ഉണ്ട്. അത് രണ്ടും എടുത്തു വെച്ച് അതിൻ്റെ കൂടെ ഒരു ഏലക്കയോ ഒരു കരയാമ്പോ ഒരു കറുവാപ്പട്ടയോ, ഏതായാലും സ്പൈസസ് എല്ലാം, സുഗന്ധദ്രവ്യങ്ങൾക്കെല്ലാം മഹാലക്ഷ്മി കടാക്ഷമുണ്ട്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതുകൂടി വെച്ച് ആ പേപ്പർ നല്ലതുപോലെ മടക്കി ഈ പൈസയും നാണയവും ഈ കോയിനും ഈ കറൻസിയും ഈ ഏലക്കയൊക്കെ അതിൻ്റെ ഉള്ളിൽ, ആ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് പേപ്പർ നന്നായി മടക്കി നമ്മൾ എടുത്ത് അലമാരിയിലോ പേഴ്സിലോ സൂക്ഷിക്കും. നമ്മളുടെ ആവശ്യം നടന്നു കഴിയുമ്പോൾ ആ പൈസ എടുത്ത്
എടുത്ത് ഭണ്ഡാരത്തിൽ സമർപ്പിക്കും. ഏലക്കയൊക്കെ നമ്മൾ ഉപയോഗിക്കാം. കാരണം നമ്മൾ പൊതിഞ്ഞു വച്ചിരുന്ന ഏലക്കയാണ്, നല്ല ഏലക്ക തന്നെയാണ്. വെറുതെ കടിച്ച് ചവച്ച് കഴിക്കുക വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിന് പേടിയാണെന്നുണ്ടെങ്കിൽ അത് ഒഴുക്കിക്കളയാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്പലത്തിലെ ഭണ്ഡാരത്തിലോ ഏതെങ്കിലും ആവശ്യങ്ങൾക്കോ നമുക്ക് ഉപയോഗിക്കാം. ഇനി അങ്ങനെയും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് കടം വീട്ടാനായിട്ട് വേണമെങ്കിൽ ആ പൈസയും കൂടെ ഉപയോഗിക്കാം. അമ്പലത്തിൽ എണ്ണ മേടിച്ച് കൊടുക്കാൻ ഉപയോഗിക്കാം. വഴിപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു ആവശ്യത്തിന് പ്രാർത്ഥിച്ചു വച്ചിരുന്ന പൈസ മറ്റൊരാളുടെ ആവശ്യത്തിലേക്ക് മറ്റൊരു കാര്യത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരാവശ്യം നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആ പൈസ എടുത്തു വയ്ക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് പല പ്രാവശ്യം എടുത്തു വെച്ച പൈസകൾ ഉണ്ടെങ്കിൽ എല്ലാം കൂടി നമുക്ക് ആവശ്യം നടന്നു കഴിഞ്ഞാൽ നമ്മളതെടുത്ത് വയ്ക്കും. നമുക്ക് എന്നിട്ട് തോന്നുകയാണ് നമ്മൾ എഴുതിയ ആവശ്യങ്ങളൊന്നും നടന്നില്ല എങ്കിൽ പിന്നെ ആ വിശ്വാസം പോവുകയാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പൈസ എടുത്തു വെച്ച പൈസയെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിലിട്ടിട്ട് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം എഴുതി, എനിക്കത് നടന്നില്ല, അതുകൊണ്ട് അമ്മേ ഞാൻ പൈസയൊന്നും എടുത്തു വയ്ക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ. കാരണം അശ്വതി നക്ഷത്രം മേടം രാശിയാണ്. ആ മേട ലഗ്നം വരുന്ന സമയത്തെയാണ് നമ്മൾ മൈത്രേയ മുഹൂർത്തമായി കണക്കാക്കുന്നത്. അപ്പം രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും, അതായത് ചൊവ്വയുടെ കാരകത്വം, അമ്മ വിചാരിച്ചാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കി തരും. സുബ്രഹ്മണ്യ സ്വാമി അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും കുടുംബ പരദേവതയും പ്രാർത്ഥിച്ചിട്ട്, ഇഷ്ടദൈവത്തെ ഉപാസനാമൂർത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എടുത്തു വയ്ക്കൂ. തീർച്ചയായും ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എടുത്തു വെച്ച് നമ്മളുടെ ആവശ്യം നടന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയോ പൂജാ സാധനങ്ങൾ വാങ്ങുകയോ ചെയ്യുക. അപ്പോൾ നമുക്കത് പ്രയോജനപ്പെടും. തീർച്ചയായും മൈത്രേയ മുഹൂർത്തം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കട്ടെ. വൈശാഖ മാസത്തിലെ ആദ്യത്തെ അമാവാസിയാണ്. അപ്പോൾ പിതൃതർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശനിയാഴ്ച തന്നെ അതിനുള്ള വ്രതം എടുക്കണം. കാരണം ശനിയാഴ്ച വ്രതം എടുത്ത് ഒരിക്കൽ ഒരു നേരം അരിയാഹാരം കഴിച്ച് ഉഴുന്ന് തുടങ്ങിയ മാംസളമായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി, അതായത് തമോ ഗുണമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വളരെ ശുദ്ധവൃത്തിയോടുകൂടി ദിവസം കഴിച്ചു കൂട്ടുകയും ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുകയും പിറ്റേ ദിവസം പുലർച്ചെ തന്നെ പിതൃ നമസ്കാരത്തിന്, അത് കൂട്ട നമസ്കാരത്തിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ 7 തലമുറയിലെല്ലാം എല്ലാ പിതൃക്കൾക്കും ഇത് നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ ഫലം കിട്ടും. കൂട്ട നമസ്കാരം ആവാം, ഒറ്റ നമസ്കാരം ആവാം, അത് അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിതൃ നമസ്കാരം ചെയ്ത് എല്ലാവരും പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. പിതൃപ്രീതി വന്നു കഴിഞ്ഞാൽ കൺകണ്ട ദൈവങ്ങളാണത്രേ പിതൃക്കളും നാഗദേവതകളും. ഇവരുടെ അനുഗ്രഹമുണ്ടായാൽ നമ്മുടെ ഒരാൾ കർമ്മം ചെയ്യുന്നവരുടെ കുടുംബം മൊത്തം രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. അപ്പം തീർച്ചയായിട്ടും വൈശാഖ മാസത്തിലെ ആദ്യത്തെ പിതൃകർമ്മം പിതൃപൂജ, അതായത് അമാവാസി നാളിൽ പിതൃകർമ്മങ്ങൾ ചെയ്യുക. അമാവാസി നാളിൽ പിന്നെ വിഷ്ണുവായ സ്വാമി പോലുള്ള ചത്തൻ സ്വാമിമാർക്കൊക്കെ നിവേദ്യം കൊടുക്കാൻ പറ്റിയ ദിവസമാണ്. അതുപോലെ തന്നെ വരാഹി പൂജയൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ഉപാസന ബലം കൂട്ടാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. എല്ലാവരും അതിന് ശനിയാഴ്ച തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്താലാണ് ഞായറാഴ്ച പിതൃകർമ്മം ചെയ്യുവാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും മേടമാസത്തിലെ അതായത് വൈശാഖ മാസത്തിലെ ആദ്യത്തെ അമാവാസി ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും പിതൃ നമസ്കാരം ചെയ്യാനായിട്ടും പിതൃക്കളുടെ പ്രീതി നേടുവാനും സാധിക്കട്ടെ. അറിയാതെ ഇനി ഇതൊന്നും സാധിക്കാത്തവർ മനസ്സുകൊണ്ടെങ്കിലും പിതൃകർമ്മങ്ങൾ ചെയ്യുകയും ബാത്റൂമിൽ തന്നെ കൈക്കൊടുന്ന വെള്ളമെടുത്ത് സ്വധേ നമ എന്നും കൂടി സമസ്ത പിതൃക്കൾ
ബന്ധുക്കൾക്കും ഇങ്ങനെ വെള്ളം 3 കൈക്കുടന്ന വെള്ളം ഒഴിച്ച് കളയുന്നിട്ട് ലാസ്റ്റ് സ്വധേ നമ എന്ന ലളിതാ സഹസ്രനാമത്തിൽ സ്വധാദേവിയെ കൂടി വിളിച്ചിട്ട് ചെയ്യുക. കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് ദ്രോഹം ചെയ്തവർ പോലും നമ്മുടെ ബന്ധുക്കളായിരുന്നിരിക്കാം, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരായിരുന്നിരിക്കാം, എപ്പോഴും നമ്മുടെ ശത്രുവായി തീർന്നെങ്കിൽ പോലും അവർക്കും മോക്ഷം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശാല മനസ്കതയുള്ളവരാവും. എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവരാർക്കെങ്കിലും അവർക്ക് സന്തതി പരമ്പരകളില്ലാതെ പിതൃകർമ്മം ചെയ്യാൻ പറ്റാതായിരുന്നവർക്ക് വേണ്ടിയും ഇങ്ങനെ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ കൈക്കുടന്നയിൽ വെള്ളം എടുത്ത് പിതൃതർപ്പണം ചെയ്തും, ഇനി ഉണക്കലരിയും അരിയും എള്ളും പിന്നെ പഴമൊക്കെ കൂടെ മിക്സ് ചെയ്ത് കാക്കയ്ക്ക് കൊടുത്തുമൊക്കെ പിതൃതർപ്പണം ചെയ്യാം. എള്ള് വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ മോക്ഷവും നമുക്ക് ലഭിക്കും. ഇനി ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം. സൂര്യൻ പിന്നെ മേടൻ രാശിയിലാണ്, ചന്ദ്രനും മേടൻ രാശിയിലാണ്, പിന്നെ ചൊവ്വ നിൽക്കുന്നത് കർക്കിടകം രാശിയിലാണ്, ബുധൻ മീനത്തിലാണ്, ഗുരു ഇടവത്തിലാണ്, ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിലാണ്, കന്നിയിൽ കേതു നിൽക്കുന്നു. ഗുളികോദയവും കന്നിയിൽ തന്നെയാണ്. ഉദയം വന്നിരിക്കുന്നത് മേടത്തിലാണ്. കാരണം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മേടത്തിലേക്ക് ഉദയം വരുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ 27 നക്ഷത്രക്കാർക്കും ഈ ഗ്രഹനില പ്രകാരം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ കൂടി പറയുകയാണ്, 5:50 മുതൽ 6:50 വരെയാണ് മൈത്രേയ മുഹൂർത്തം. കാരണം 5 മണിക്കൊക്കെ മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ഞായറാഴ്ചത്തെ ആ ഉദയത്തിന് ശേഷമുള്ള 5:50 മുതൽ 6:50 വരെയുള്ള സമയമാണ് നമ്മൾ ഏറ്റവും നല്ല സമയമായി എടുക്കുന്നത്. അശ്വതി നക്ഷത്രം തുടങ്ങുകയും ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രവും മേടൻ രാശിയും വരുന്ന സമയം മൈത്രേയ മുഹൂർത്തമായി കണ്ടുകൊണ്ട് ആ പ്രാർത്ഥനകളും ചെയ്യാവുന്നതാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനലാഭം ഉണ്ടാകും. വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടും. ഭൂമി ക്രയവിക്രയണം ചെയ്യണമെന്നുള്ളവർക്ക് അതിനവസരമുണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. ദൂരയാത്രകൾ ആവശ്യമായി വരും. വർക്ക്ഷോപ്പുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികൾ കലാപരമാക്കി മാറ്റാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഷെയറുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കും. വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാകും. ചില രംഗങ്ങളിൽ കർമ്മശേഷി പ്രദർശിപ്പിക്കാതെ ഉദാസീന നയം പ്രദർശിപ്പിക്കുന്നതാണ്. അതുപോലെ സഭാതലങ്ങളിൽ കഴിവ് മൂടിവെക്കാനുള്ള പ്രവണതയും പ്രകടിപ്പിക്കും. കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കും. മനസ്സിന് ഉന്മേഷം നൽകുന്ന എഴുത്തുകൾ ലഭിക്കുവാനിടയുണ്ട്. ഇണയുടെ ശ്രേയസ് വർദ്ധിക്കുകയും അവരുടെ പേരിൽ ക്രയവിക്രയം നടത്തുകയും ചെയ്യും. പുതിയ വാഹനങ്ങൾ അധീനതയിലാകും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൈത്രേയ മുഹൂർത്ത സമയമായത് പുലർച്ചെ 5:50 മുതൽ 6:50 വരെയുള്ള സമയത്ത് അവനവൻ്റെ ആവശ്യം ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയമ്മയെയും കുടുംബ പരദേവതയും ഒക്കെ പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യവും നിലനിർത്തി കിട്ടുവാൻ അപേക്ഷിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. പിതൃകർമ്മങ്ങൾ ചെയ്യാനുള്ള വൈശാഖ മാസത്തിലെ ആദ്യത്തെ അമാവാസ്യയാണ്. അപ്പം അതും ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. പ്രീതി വരുത്തുക. മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് നൈവേദ്യമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്.
ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട് നിർമ്മിക്കാനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. രക്ഷിതാക്കൾക്ക് സുഖവും സംതൃപ്തിയും നൽകുന്നതിനായി പരിശ്രമിക്കും. പതിവിലും അധികം യാത്രകൾ ആവശ്യമായി വന്നേക്കാം. സദ്യകളോ വിരുന്നുകളോ നടത്തുവാൻ അവസരമുണ്ടാകും. വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിവാഹാലോചനകൾ മുടങ്ങിപ്പോകുന്നതിനുള്ള സാധ്യത കാണുന്നു. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവനവൻ്റെ ബുദ്ധിശക്തിയെ മാത്രം ആശ്രയിക്കുന്നത് അത്ര ശരിയായിരിക്കണമെന്നില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. തറവാട്ട് സ്വത്ത് വീതം വച്ച് ലഭിക്കുന്നതാണ്. ഉദാസീനത ഉപേക്ഷിച്ച് എല്ലാ രംഗത്തും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരിച്ചു കിട്ടും. ചില ചെറിയ ചെറിയ അസുഖങ്ങൾ പിടിപെടാനിടയുണ്ടെങ്കിലും വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിതാവുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നു. വളരെ കരുതിയിരിക്കുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ധന ആഗമം ഉണ്ടാകും. പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകും. ദൂരയാത്രകൾ പ്രയോജനപ്പെടും. പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ജോലിസ്ഥലത്ത് ചില എതിർപ്പുകളെ നേരിടേണ്ടതായി വരും. ഏത് കർമ്മരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഈശ്വര പ്രാർത്ഥനയിലൂടെ ഭദ്രകാളിയമ്മയും കുടുംബപരദേവതയും മഹാലക്ഷ്മിയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനക്കയറ്റത്തിന് തടസ്സം മാറിക്കിട്ടും. സാമ്പത്തികമായി ഉയർച്ച അല്പസ്വല്പം അനുഭവപ്പെടും. പരീക്ഷയിൽ ഉയർന്ന വിജയം ഉണ്ടാകും. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹം നടക്കും. അന്യർക്ക് സഹായങ്ങൾ ചെയ്യും. ശത്രുശല്യം ഉണ്ടാകുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. ദുഷ്ടവിചാരങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. കർമ്മരംഗത്ത് തിരിച്ചടികൾ വന്നു ചേരും. അന്ധവിശ്വാസങ്ങൾ കാരണമായി വഞ്ചനയിൽ ഏർപ്പെടുവാൻ ഇടയുണ്ട്. മുൻകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സുഖ ആസക്തി ധനനഷ്ടത്തിന് കാരണമാകും. സുഖകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. അന്യന്റെ പണമെടുത്ത് ചെലവഴിക്കാനുള്ള പ്രവണതയുണ്ടാകും. ഉദരസംബന്ധമായ അസുഖങ്ങളും വന്നു ചേരാം. വാഹനങ്ങൾക്ക് റിപ്പയർ ആവശ്യമായി വരും. ഭൂമി വിൽപ്പന നടക്കും. വക്കീൽ, കോൺട്രാക്ടർ തുടങ്ങിയവർക്ക് നല്ല സമയമാണ്. പിണങ്ങിക്കഴിഞ്ഞിരുന്ന അയൽപക്കക്കാരുമായി സ്നേഹത്തിൽ വർത്തിക്കും. വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഫലം ലഭിക്കില്ല എങ്കിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും വളരെ കരുതിയിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. പിതൃപ്രീതിക്കുള്ള പിതൃനമസ്കാരം, കൂട്ടനമസ്കാരം, ഒറ്റ നമസ്കാരം, അതുപോലെ തന്നെ പിതൃകർമ്മങ്ങൾ ഒക്കെ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. തിലപ്പള്ളി നിവേദ്യം ചെയ്യാനുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയത്നിക്കുന്നതിനനുസരിച്ചിട്ട് ഫലം ലഭിക്കും. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പലചരക്ക്, ഹോട്ടൽ എന്നീ വ്യാപാരം നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവും. യാത്രയിൽ ചില വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഉദരസംബന്ധമായ അസുഖം വരുവാനുള്ള സാധ്യതയും കാണുന്നു. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ട്. ഹോട്ടൽ ബിസിനസ് നടത്തുന്നവർക്ക്
അവരുടെ കർമ്മ മേഖല വിപുലപ്പെടുത്തുവാനുള്ള സാധ്യത വന്നു ചേരും. മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒരുവിധം പരിഹരിക്കപ്പെടും. ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ട രേഖകൾ അല്പം കാലതാമസം വന്നേക്കാം. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ടാക്സ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുവാനിടയുണ്ട്. സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ളവർക്ക് സ്വന്തം നിലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. വാഹനം പഴയത് മാറി പുതിയത് വാങ്ങിക്കും. കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. ഇണയോട് കൂടുതൽ സ്നേഹത്തിൽ വർത്തിക്കും. കുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് അല്പം വ്യാകുലപ്പെടുമെങ്കിലും അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. ശിരോസംബന്ധമായും ഉദരസംബന്ധമായും രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നു. മനസുഖം കുറയുന്നത് മൂലം എല്ലാ കാര്യങ്ങളിലും അല്പം താല്പര്യക്കുറവ് അനുഭവപ്പെടുമെങ്കിലും രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം പിതൃതർപ്പണമൊക്കെ കഴിയുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം ശാന്തമായി തീരും. ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിത്തരും. ഇത് കഴിയുമ്പോൾ സംബന്ധമായ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറിക്കിട്ടി മനസ്സിന് സന്തോഷവും സമാധാനവും സംതൃപ്തിയും വന്നു ചേരുന്നതാണ്. ചിങ്ങം രാശി. ചെറിയ യാത്രകൾ കൊണ്ട് വലിയ പ്രയോജനം ലഭിക്കും. കർമ്മപരമായ പുരോഗതി ഉണ്ടാകും. ഗ്രഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കളിയാടും. കർമ്മരംഗം പുഷ്ടിപ്പെടും. അന്തസ്സും ആഭിജാത്യവും വർദ്ധിക്കും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾക്കായി സമയം മാറ്റിവെക്കും. പിതൃകർമ്മങ്ങൾ യഥോചിതം ചെയ്യും. കാർഷികാദായം ലഭിക്കും. വാഹനാപകടം വരാതിരിക്കുവാൻ പ്രത്യേകം കരുതലെടുക്കുന്നത് നന്നായിരിക്കും. ഗ്രഹത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതോടൊപ്പം തന്നെ വിരുന്നുകാരും വരുവാനുള്ള സാധ്യത കാണുന്നു. ഇണയ്ക്ക് പുരോഗതി, കർമ്മരംഗത്ത് പുരോഗതിയും അതുവഴി അല്പം സാമ്പത്തിക നേട്ടവും വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും. ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ആലോചന ഉണ്ടാകും. മാതാവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിനായി സംഭാഷണങ്ങൾ നടത്തും. അന്യർക്ക് സഹായം നൽകും. അകാരണമായി മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുകയും അത് മനപ്രയാസത്തിന് കാരണമാവുകയും ചെയ്യും. തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. ആരോഗ്യം തൃപ്തികരമാണ്. പിതൃകർമ്മങ്ങൾ യഥാവിധി ചെയ്തുകൊണ്ട് കുടുംബ പരദേവതയുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹം നേടുന്നത് നന്നായിരിക്കും. കന്നിക്കൂറുകാരൻ. സ്നേഹിതരിൽ നിന്നും തിക്താനുഭവം പ്രതീക്ഷിക്കാം. അലസത നിമിത്തം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും. ഗുണകരമായ യാത്രകൾ ഉണ്ടാകും. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ വർധനവ് പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്നും പ്രശംസ പിടിച്ചുപറ്റും. മുൻകോപ നിമിത്തം നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഖാനുഭവങ്ങൾ കുറയും. ആരോഗ്യപരമായി അത്ര നന്നായിരിക്കില്ല. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്തുണ ലഭിക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അതുപോലെ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ജനസമ്മതി നേടുവാനുള്ള അവസരം വന്നു ചേരും. വ്യവസായ മേഖലകളിൽ നിന്നും അല്പം ലാഭം പ്രതീക്ഷിക്കാം. സ്വാർത്ഥത മൂലം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുവാനുള്ള സാധ്യതകൾ അവഗണിക്കേണ്ടതില്ല. ഉപരിപഠനത്തിന് പുതിയ അവസരങ്ങൾ വന്നു ചേരും. അതുവഴി പഠനരംഗത്ത് ശോഭിക്കുന്നതിനും സാധിക്കും. വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടും. ശത്രുക്കളാൽ പരാജിതരാകും. ബന്ധുക്കളിൽ നിന്നും കാര്യമായ എതിർപ്പും ലഭിക്കും. പൊതുവെ പറഞ്ഞാൽ അല്പം മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുകൊണ്ട് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പിതൃകർമ്മങ്ങൾ യഥോചിതം ചെയ്യുക.
അശ്വതി മൈത്രേയ മുഹൂർത്തത്തിൽ അവനവൻ്റെ ആവശ്യങ്ങൾ എഴുതുക. എല്ലാം ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതാണ്. തുലാരാശി. മുൻകോപം നിമിത്തം നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആലോചനാപൂർവമായ പ്രവർത്തനം മൂലം സംഗതികൾ ശരിയാം വിധം നിർവഹിക്കാൻ കഴിയും. ആരോഗ്യനില അഭിവൃദ്ധിപ്പെടും. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഉദ്യോഗത്തിൽ ഉത്തരവാദിത്വം കൂടും. അതിനുള്ള സാധ്യതകൾ വന്നു ചേരും. ബിസിനസ് അല്പം മന്ദഗതിയിലാവും. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട രേഖകൾക്കും കാലതാമസം നേരിട്ടേക്കാം. പല സംഗതികളും അവനവൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. അനാവശ്യമായ മത്സരബുദ്ധി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ജോലിയിൽ ഉയർന്ന പദവിയിലേക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നതാണ്. സഹായികളും അയൽക്കാരും സ്നേഹത്തിൽ വർത്തിക്കും. സഹപ്രവർത്തകർക്കിടയിൽ ശത്രുത വളരുവാൻ ഇടയുണ്ട്. ജീവിതത്തിൽ പല വിജയങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. അർഹിക്കാത്ത അംഗീകാരം വരെ ലഭിച്ചു എന്ന് വിശ്വസിക്കാം. വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനലാഭവും പ്രതീക്ഷിക്കാം. വാക്കുകളും ശുപാർശകളും എല്ലാം മാനിക്കപ്പെടും. ഭൂമി ക്രയവിക്രയം ചെയ്യണമെന്നുള്ളവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം വന്നു ചേരും. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു. പിതൃകർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നു. സമസ്ത ദേവതകളുടെയും കുടുംബപര ദേവതകളുടെയും അനുഗ്രഹത്തോടെ ദിവസം സന്തോഷപൂർണമായി തീരാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വൃശ്ചിക രാശി. വിദ്യാഭ്യാസപരമായി ഉയർച്ച പ്രതീക്ഷിക്കാം. ചില രംഗങ്ങളിൽ കർമ്മശേഷി പ്രദർശിപ്പിക്കാതെ ഉദാസീന നയം പ്രദർശിപ്പിക്കുന്നതാണ്. അത് പിന്നീട് വളരെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സഭാതലങ്ങളിൽ തൻ്റെ കഴിവ് മൂടി വച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് മൂലവും പിന്തള്ളപ്പെടാം. എല്ലായിടത്തു നിന്നും അവഗണിക്കപ്പെടുകയും പിന്മാറേണ്ടതായ സാഹചര്യവും വന്നു ചേരും. കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ജീവിത രീതിയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തും. സൽക്കർമ്മങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും. റിസർച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളിലും സ്വന്തമായ തീരുമാനം കൈക്കൊള്ളും. ദൂരയാത്രകൾ ഗുണം ചെയ്യും. പുതുതായി ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. പരസ്യങ്ങൾ, ഏജൻസികൾ എന്നിവ മുഖേന ലഭിക്കേണ്ട പണം കൈവശം വന്നു ചേരും. വീടിനോ വാഹനങ്ങൾക്കോ ചില്ലറ റിപ്പയറുകൾ ആവശ്യമായി വന്നേക്കും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാവും. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നും ധനാഗമ മാർഗം ഉണ്ടാകും. ദൂരയാത്രകൾ പ്രയോജനപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടയുള്ളൊരു ദിവസമായതിനാൽ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി പിതൃകർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകൂ. ശിവഭഗവാന്റെ അഷ്ടോത്തരി ചൊല്ലൂ. ശിവഭഗവാന്റെ പിൻവിളക്കിൽ ദീപമൊക്കെ തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യപൂർണമായൊരു ദിവസം നമ്മളിൽ വന്നു ചേരുന്നതാണ്. എല്ലാ ഐശ്വര്യവും അനുഭവിക്കുന്നതിനുള്ള യോഗവും വന്നു ചേരും. ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം വന്നു ചേരും. വാഹനങ്ങളിൽ നിന്നും അല്പം വരുമാനം ലഭിക്കും. പരസ്യങ്ങൾ, ഏജൻസികൾ എന്നിവ മുഖേന ലഭിക്കേണ്ടതായ പണം കൈവശം വന്നു ചേരും. വീടിനോ വാഹനങ്ങൾക്കോ ചില്ലറ റിപ്പയറുകൾ ആവശ്യമായി വന്നേക്കാം. വിദേശത്ത് നിന്ന് എഴുത്തുകളോ സമ്മാനങ്ങളോ ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ആരാധനാലയങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പല ത്യാഗങ്ങളും അനുഷ്ഠിക്കും. പലപ്പോഴും കഴിവിലും കവിഞ്ഞ ആഗ്രഹം പ്രദർശിപ്പിച്ചേക്കാവുന്നതാണ്. ജോലിയിൽ സ്ഥിരത ലഭിക്കും.
പണയ വസ്തുവുമായി ബന്ധപ്പെട്ട ചില്ലറ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. കുടുംബസുഖവും സഹോദര സൗഹൃദവും വർദ്ധിപ്പിക്കുന്നതിനാൽ പല ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും. ഡോക്ടർ, വക്കീൽ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളിലും ത്യാഗബുദ്ധി പ്രദർശിപ്പിക്കേണ്ടതായി വരും. വാഹനം വാങ്ങാനുള്ള ശ്രമം നടക്കും. മനസ്സിന് സന്തോഷം പകരുന്ന എഴുത്തുകൾ ലഭിക്കുന്നതിനിടയാവും. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും. ബന്ധുക്കളോട് സ്നേഹക്കുറവ് കാണിക്കുവാനിടയാകും. സാമ്പത്തിക സ്ഥിതി അല്പം തകരാറിലാവും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും. സന്താനങ്ങൾ പഠനരംഗത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി പിതൃകർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ യഥാകാലം ചെയ്തു തീർക്കുവാൻ അവസരം ലഭിക്കും. ചെറിയ തോതിൽ ദേഹ അസ്വാസ്ഥ്യം വന്നു ചേരും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. കലാകാരന്മാർക്ക് പല പുതിയ അവസരങ്ങളും ലഭിക്കും. മേലധികാരികളുടെ ആനുകൂല്യങ്ങൾ കിട്ടാതെ അല്പം വിഷമിക്കേണ്ട സാഹചര്യം വന്നു ചേരും. മറ്റുള്ളവരിൽ നിന്നും മോശമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. സ്നേഹിതർ പറഞ്ഞതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. യാത്രയിൽ ഗുണമുണ്ടാകും. അനാവശ്യ മത്സരങ്ങളിൽ ഏർപ്പെട്ട് പരാജയപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാപാര രംഗത്ത് ധനലാഭമുണ്ടാവും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ജോലി ലഭിക്കുവാൻ ഈശ്വര പ്രാർത്ഥന നടത്തിയിരുന്നത് ഫലപ്രാപ്തിയിലെത്തും. മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ട് യാത്രകൾക്കിടയിൽ വീഴ്ചയോ മറവിയോ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാരിൽ നിന്നോ കമ്പനികളിൽ നിന്നോ കിട്ടാനുള്ള ആനുകൂല്യം അല്പം വൈകും. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയും കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കും. കൂട്ടുകച്ചവടക്കാർക്ക് ബിസിനസ്സിൽ പരാജയം സംഭവിക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. മക്കളുടെ ഉന്നമനത്തിനായി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. വിദ്യാർത്ഥികൾ പ്രേമബന്ധത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. വിദൂര യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇരുചക്രവാഹനത്തിൽ നിന്നും അപകടത്തിനുള്ള സാധ്യതയുണ്ട്. ശത്രുദോഷ നിമിത്തം ചീത്തപ്പേര് വരുവാനുള്ള സാധ്യതയുമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, പിതൃകർമ്മങ്ങൾ യഥാസ്വരം ചെയ്യുന്നത്, വിഷ്ണുമായ സ്വാമി ചത്തൻ സ്വാമിവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് നിവേദ്യമൊക്കെ കൊടുക്കുന്നത്, ഞായറാഴ്ചയായിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നതൊക്കെ എല്ലാവിധ ഗുണഫലങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകരമാകും. കുംഭം രാശി. ശരീരസുഖം കുറഞ്ഞിരിക്കും. ഉദ്യോഗത്തിൽ പ്രമോഷനോ തൊഴിലാളികൾക്ക് ശമ്പള വർധനയോ ലഭിക്കുന്നതിനിടയുണ്ട്. ചെറിയ തോതിലുള്ള കുടുംബകലഹം വരാം. പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭം നിമിത്തം അപകടങ്ങളും വന്നു ചേരാം. സ്ത്രീജനങ്ങളുമായി അടുത്തിടപഴകുമ്പോൾ അപവാദങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തറവാട്ട് സ്വത്തുക്കളുടെ കാര്യത്തിൽ തീർപ്പുണ്ടാവും. പോലീസ് കേസിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അതുവഴി അല്പം ധനനഷ്ടവും പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗം കാണുന്നു. ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തി നടപടികളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. ജോലി സംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവത്തിൽ ഉണ്ടാകാം. സർക്കാർ ആനുകൂല്യം തൽക്കാലം തടസ്സപ്പെടാം. ഉപരിപഠനത്തിനുള്ള മാർഗം തെളിഞ്ഞു വരും. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്.
ഒരു കാര്യവും വേണ്ട വിധത്തിലാകുന്നില്ല എന്ന് വ്യാകുലപ്പെടുമെങ്കിലും ഉച്ചതിരിയുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നു ചേരും. പിതൃതർപ്പണമൊക്കെ സമയാജിതമായി ചെയ്യുക. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ആദിത്യ നമസ്കാരം ചെയ്യുക, ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാരെ, ഉപാസനാമൂർത്തികളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, വരാഹി ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യയാകുമ്പോഴേക്കും എല്ലാം അനുകൂലത്തിലായി വന്നു ചേരും. നഷ്ടപ്പെട്ട ആ ദിവസത്തിൻ്റെ എല്ലാ ഊർജവും തിരിച്ചെടുക്കുവാൻ സാധിക്കും. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സാഹചര്യം വന്നു ചേരും. പുതിയ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. പഴയ വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിൽ തർക്കമൊക്കെ വരുമെങ്കിലും അതൊക്കെ പറഞ്ഞ് സമവായത്തിലെത്തിക്കുന്നതിന് സാധിക്കും. കുടുംബ വഴക്കുകളെല്ലാം അഭിപ്രായ ഐക്യത്തിലൂടെ പറഞ്ഞ് പരിഹരിക്കും. സമയം വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും കുടുംബാന്തരീക്ഷം ശാന്തമാക്കുന്നതിന്, കുടുംബ സമാധാനം നിലനിർത്തുന്നതിനായി രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ, ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുമ്പോൾ, ധർമ്മശാസ്താവിന് നെയ്ദീപമൊക്കെ തെളിക്കുമ്പോൾ, ഞായറാഴ്ച ഏതാണ്ട് സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, പിതൃകർമ്മങ്ങളൊക്കെ യഥാവിധി ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. മീനം രാശി. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ അല്പം മനപ്രയാസം വരുമെങ്കിലും നീച സംസർഗം കൊണ്ട് പലവിധ വിഷമങ്ങളും അനുഭവിക്കേണ്ടതായി വരും. താൻ നേടിക്കൊടുത്ത കാര്യങ്ങളെ ചൊല്ലി അഭിമാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. വിനോദയാത്രകൾക്കായി പണം ചെലവഴിക്കും. ഭർതൃകുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ഇണയുടെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ജോലിക്കായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുമായി അഭിപ്രായ ഐക്യത്തിന് ഇടവരും. അവരുമായി തുറന്ന് സംസാരിക്കുകയും കുട്ടികൾക്ക് വേണ്ടി റെക്കമെൻഡേഷനൊക്കെ സമർപ്പിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായി ധനലാഭം പ്രതീക്ഷിക്കാം. മതപരമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു. ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾക്കായി ദൂരയാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. പതിവിലും അധികം ചിലവ് വന്നു ചേരുമെങ്കിലും മന്ദഗതിയിൽ നടക്കുന്ന ബിസിനസ് പാർട്ണറെ മാറ്റിയിട്ട് പുതിയ ബിസിനസ് തന്ത്രം കണ്ടെത്തുകയും അത് വഴിച്ച് ബിസിനസ് വിപുലീകരിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. തൻ്റെ വസ്തുവകകൾ പണയപ്പെടുത്തി ധനം ബന്ധുക്കൾക്ക് നൽകുന്ന ആ ഒരു പ്രവണത മാറ്റിവെക്കേണ്ടതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പരീക്ഷാദികളിൽ ഉന്നത വിജയമുണ്ടാകും. ആരംഭിച്ച സംരംഭങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയും അതുവഴി മനസ്സമാധാനവും മനസ്സന്തോഷവും ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം പിതൃപ്രീതികരമായ കർമ്മങ്ങൾ, ആത്മീയ യാത്രകൾ, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ ഉപാസനാമൂർത്തികളോടുള്ള ആ ഒരു ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് നിവേദ്യമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. വൈശാഖ മാസത്തിലെ ആദ്യത്തെ അമാവാസി വേണ്ട വിധം പ്രയോജനപ്പെടുത്തി മൈത്രേയ മുഹൂർത്തവും അവനവൻ്റെ ആവശ്യം വ്യക്തമായി എഴുതി സൂക്ഷിച്ച് എല്ലാം ശുഭമാക്കി തരണമേ എന്ന് അമ്മയോട്, ഭദ്രകാളി അമ്മയോടും കുടുംബ പരദേവതയോടും സുബ്രഹ്മണ്യ സ്വാമിയോടും ഗണപതി ഭഗവാനോടും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇഷ്ടദേവതയുടെ പ്രീതിയോടുകൂടി എല്ലാം ഭംഗിയായി കലാശിക്കുന്നതാണ്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞായറാഴ്ച ആയതിനാൽ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.